മണിപ്പൂരികൾ ഉൾപ്പെടുന്ന വടക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കുമെന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി കേന്ദ്രത്തിൽ നിന്നും ആഭ്യന്തര വകുപ്പ് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ അതിർത്തികളിൽ വേലികെട്ടി സംരക്ഷിക്കുമെന്ന പുതിയ പ്രസ്താവനയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയതിനു പിന്നാലെ ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിലുള്ള സ്വതന്ത്ര പ്രസ്ഥാനമായ FMR റദ്ദാക്കിക്കൊണ്ടുള്ള പുതിയ തീരുമാനവും കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. മണിപ്പൂരികൾക്കിടയിൽ കാലങ്ങളായുള്ള കലാപങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. മണിപ്പൂരിൽ കലാപം നടക്കുന്നതിനിടെ മ്യാൻമറിൽ നിന്നും പൗരന്മാർ അതിർത്തി കടന്ന് മ്യാൻമറിൽ പ്രവേശിച്ചതായി വാർത്തകൾ വന്നിരുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും അനധികൃതമായി മണിപ്പൂരിൽ കടന്നു കയറിയ അക്രമികളാണ് കലാപം ഇത്രത്തോളം രൂക്ഷമാകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ഈ കാരണം കൊണ്ടാണ് ഇന്ത്യ മ്യാൻമർ അതിർത്തിക്കിടയിൽ വേലി നിർമ്മിക്കണമെന്നും FMR അടിയന്തരമായി നിർത്തിവെക്കണമെന്നും ആഭ്യന്തരം ശുപാർശ ചെയ്തത്. എന്തൊക്കെയാണ് അമിത്ഷായുടെ ഇന്ത്യ മ്യാൻമർ അതിർത്തി പ്ലാനിൽ ഉൾപ്പെടുന്നത്? എന്താണ് FMR? എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ ഈ നടപടിക്രമങ്ങൾ വടക്കൻ സംസ്ഥാനങ്ങളെ സ്വാധീനിക്കുന്നത്? തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് നിലവിൽ പ്രസക്തമാകുന്നത്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുകയും മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാഘടന നിലനിർത്തുന്നതിനും മികച്ച നിരീക്ഷണം സുഗമമാക്കുന്നതിന് 1643 കിലോമീറ്റർ നീളമുള്ള മ്യാൻമർ അതിർത്തിയിൽ വേലി നിർമ്മിക്കുമെന്നാണ് കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ്. ഇത് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിലുള്ള സ്വതന്ത്ര പ്രസ്ഥാനമായ FMR റദ്ദാക്കാൻ കേന്ദ്രം തീരുമാനിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. മികച്ച നിരീക്ഷണം നടത്തുന്നതിനായി സമീപത്തായി പെട്രോൾ ട്രാക്കും നിർമ്മിക്കും. മണിപ്പൂരിലെ മൊറയിൽ 10 കിലോമീറ്ററോളം വേലിയും കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഹൈബ്രിഡ് സർവേലൻസ് പദ്ധതി വഴിയാണ് ഇവ നടപ്പിലാക്കുന്നത്. മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ള അതിർത്തി തന്നെ. അതിർത്തിയിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർക്ക് വിസയില്ലാതെ 16 കിലോമീറ്റർ വരെ മറ്റ് രാജ്യത്തിനുള്ളിൽ സഞ്ചരിക്കാൻ അനുവദിക്കുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സമ്മതത്തോടെയുള്ള ക്രമീകരണമാണ് FMR. FMRന് കീഴിൽ ഇന്ത്യയിലെ പൗരനോ മ്യാൻമറിലെ പൗരനോ അതിർത്തിയുടെ ഇരുവശത്തുമുള്ള 16 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതെങ്കിലും പ്രദേശത്ത് താമസിക്കുന്ന മലയോര ഗോത്രങ്ങളിലെ ഓരോ അംഗത്തിനും അതിർത്തി കടക്കാൻ കഴിയും. 1 വർഷത്തെ വാലിഡിറ്റിയിൽ 2 ആഴ്ച വരെ ഇത് തുടരാം. ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉയർച്ചയിലായിരുന്ന സമയത്താണ് മോദി സർക്കാരിന്റെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായി 2018 FMR നടപ്പാക്കിയത്. വാസ്തവത്തിൽ FMR 2017 തന്നെ സ്ഥാപിക്കേണ്ടതായിരുന്നു. എന്നാൽ ഓഗസ്റ്റിൽ പൊട്ടിപ്പുറപ്പെട്ട റോഹിംഗ്യൻ അഭയാർത്ഥി പ്രതിസന്ധി കാരണം അവ മാറ്റിവെക്കേണ്ടി വന്നു. ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിലുള്ള സ്വതന്ത്ര പ്രസ്ഥാന ഭരണം പിൻവലിക്കുന്നുള്ള തീരുമാനം നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാപരമായ സമഗ്രതയ്ക്കും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഈ തീരുമാനം നിയമവിരുദ്ധ കുടിയേറ്റം പരിഹരിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളിലെ മറ്റൊരു സുപ്രധാന ചുവടുവെപ്പിനെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ സംഭവ വികാസങ്ങൾക്കുള്ള സ്വീകരണം മിസോറാമിലും നാഗാലാൻഡിലും വളരെ വ്യത്യസ്തമായിട്ടാണ് സ്വീകരിക്കുന്നത്. മിസോറാമിനോട് ചേർന്നുള്ള ചിൻ സംസ്ഥാനമായ മ്യാൻമറിൽ താമസിക്കുന്ന ചിൻ ജനത മിസോറാമിന്റെയും മണിപ്പൂരിലെയും കുങ്കി സോമികളുടെയും അതേ വംശത്തിൽപ്പെട്ടവരാണെങ്കിലും മ്യാൻമറിൽ ഗണ്യമായ നാഗ ജനസംഖ്യയുണ്ട്. പ്രധാനമായും നാഗ സ്വയം മ്യാൻമറിലെ സായേങ്കിങ് മേഖലയിലെ ഭരിക്കുന്ന മേഖലയും അതിർത്തിയുടെ ഇരുവശവുമുള്ള മിസോ ചിൻസും നാഗകളും അടുത്ത സാമൂഹ്യ സാമ്പത്തിക ദൈനംദിനവുമായ ബന്ധങ്ങൾ പങ്കിടുന്നു എന്നതാണ് വാസ്തവം. എന്തായാലും കേന്ദ്രത്തിന്റെ ഈ നടപടി ഈ സംസ്ഥാനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം.